നമസ്കാരം, ഞാൻ രാജേഷ്. വൃത്തങ്ങൾ എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ പി എ ഈക്വൽ ടു 3 സെന്റിമീറ്റേഴ്സ്, എ ബി ഈക്വൽ ടു 9 സെന്റിമീറ്റേഴ്സ്, പി സി ഈക്വൽ ടു 4 സെന്റിമീറ്റേഴ്സ്, ഫൈൻഡ് സി ഡി. ചിത്രത്തിൽ പി എ 3 സെന്റിമീറ്ററും എ ബി 9 സെന്റിമീറ്ററും പി സി 4 സെന്റിമീറ്ററുമായാൽ സി ഡി കാണുക. ചിത്രത്തിൽ പി എ 3 സെന്റിമീറ്ററും എ ബി 9 സെന്റിമീറ്ററും പി സി 4 സെന്റിമീറ്ററും ആയാൽ സി ഡി കാണുക. ഇതാണ് ചിത്രം. ഇതിൽ പി എ ഈക്വൽ ടു 3 സെന്റിമീറ്റർ, എ ബി ഈക്വൽ ടു 9 സെന്റിമീറ്റർ, പി സി ഈക്വൽ ടു 4 സെന്റിമീറ്റർ. നമുക്ക് സി ഡി കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സമവാക്യമാണ് പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. പി എ 3 സെന്റിമീറ്റേഴ്സ്, പി ബി നമുക്കറിയണമെങ്കിൽ പി ബി ഈക്വൽ ടു പി ബി, പി ഇവിടെ നിന്നും ബി ഇവിടേക്കുള്ള അകലമാണ്. പിയിൽ നിന്നും ബിയിലേക്കുള്ള അകലമാണ് പി ബി എന്ന് പറയുന്നത്. പിയിൽ നിന്നും എയിലേക്കുള്ള അകലം 3 സെന്റിമീറ്റർ, എയിൽ നിന്ന് ബിയിലേക്കുള്ള അകലം 9 സെന്റിമീറ്റർ. അപ്പോൾ പി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 + 3 സമം 12 സെന്റിമീറ്റർ. പി ബി 12 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 3 × 12 സമം പി സി 4 സെന്റിമീറ്റർ ആണ്. 4 × പി ഡി. നോക്കൂ, 3 × 12 സമം 4 × പി ഡി. ഇവിടെ ഗുണിക്കണം 4 ആണുള്ളത്. അത് സമത്തിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരിക്കണം 4 ആയി മാറും. ഇവിടെ ഗുണിക്കണം 4 ആണുള്ളത്. അത് സമത്തിനപ്പുറത്തേക്ക് വരുമ്പോൾ ഹരിക്കണം 4 ആയി മാറും. അങ്ങനെയെങ്കിൽ 3 × 12 ഹരിക്കണം 4 സമം പി ഡി. നോക്കൂ, 4നെയും 12നെയും കട്ട് ചെയ്യാം. കാരണം 4ന്റെ ഗുണിതമാണ് 12. 4 ഗുണിക്കണം 3 ആണ് 12. അപ്പോൾ 4 4ൽ 1 തവണ, 4 12ൽ 3 തവണ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 3 × 3 9 സമം പി ഡി. അപ്പോൾ പി ഡി 9 സെന്റിമീറ്റർ ആണ്. പി ഡി ഈക്വൽ ടു 9 cm. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് സി ഡി ആണ്. അപ്പോൾ പി സി 4 സെന്റിമീറ്റർ ആണെങ്കിൽ സി ഡി എത്രയായിരിക്കും? പിയിൽ നിന്ന് ഡിയിലേക്കുള്ള അകലമാണ് 9 സെന്റിമീറ്റർ. പി സി 4 ആണെങ്കിൽ സി ഡി എത്രയായിരിക്കും? 9 - 4 ആയിരിക്കും. Therefore, സി ഡി ഈക്വൽ ടു 9 - 4 സമം 5 സെന്റിമീറ്റർ. സി ഡിയുടെ ഉത്തരം 5 സെന്റിമീറ്റർ ആണ്. ഉത്തരം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം എഴുതിയെടുക്കാം. In the figure, PA equal to 4 centimeters, AB equal to 5 centimeters, PC equal to 3 centimeters. Find C. In the figure, PA equal to 4 centimeters, AB equal to 5 centimeters, PC equal to 3 centimeters. Find CD. ചിത്രത്തിൽ PA സമം 4 സെന്റിമീറ്റർ, AB സമം 5 സെന്റിമീറ്റർ, PC സമം 3 സെന്റിമീറ്റർ ആയാൽ CD കാണുക. ചിത്രത്തിൽ PA സമം 4 സെന്റിമീറ്റർ, AB സമം 5 സെന്റിമീറ്റർ, പി സി സമം 3 സെന്റിമീറ്റർ ആയാൽ സി ഡി കാണുക. പി എ ഈക്വൽ ടു 4 സെന്റിമീറ്റേഴ്സ്, എ ബി ഈക്വൽ ടു 5 സെന്റിമീറ്റേഴ്സ്, പി ബി ഈക്വൽ ടു 4 + 5 ഈക്വൽ ടു 9 സെന്റിമീറ്റേഴ്സ്. ദെൻ പി സി ഈക്വൽ ടു 3 സെന്റിമീറ്റേഴ്സ്. പി ഡി നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ സി ഡിയും കണ്ടുപിടിക്കണം. പി ഡിയും സി ഡിയും നമ്മൾ കണ്ടുപിടിക്കണം. കഴിഞ്ഞ പ്രോബ്ലം ഇതേപോലെയുള്ളതായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ്. പി സി ഇൻറ്റു പി ഡി. പി എ 4 സെന്റിമീറ്റേഴ്സ്, പി ബി 9 സെന്റിമീറ്റേഴ്സ് ഈക്വൽ ടു പി സി 3 സെന്റിമീറ്റേഴ്സ് ഇൻറ്റു പി ഡി. നമുക്കറിയാം ഗുണിക്കണം എന്നുള്ളത് സമത്തിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരിക്കണം എന്നായി മാറും. 4 × 9/3 സമം പി ഡി.
4 ഇൻറ്റു 9 ബൈ 3 സമം പി ഡി. 3 3-ൽ ഒരു തവണ, 3 9-ൽ 3 തവണ, 4 3 12 ബൈ 1. ദാറ്റ് മീൻസ് 12. Therefore, പി ഡി ഈക്വൽ ടു 4 ഗുണം 3 സമം 12 സെന്റിമീറ്റർ. 4 ഗുണം 3 സമം 12 സെന്റിമീറ്റർ. പി ഡി 12 ആണെങ്കിൽ സി ഡി എത്രയായിരിക്കും? സി ഡി സമം 12-ൽ നിന്ന് 3 കുറച്ചാൽ മതി, അല്ലെങ്കിൽ പി ഡിയിൽ നിന്ന് പി സി കുറച്ചാൽ മതി. പി ഡിയിൽ നിന്ന് പി ഡി മൈനസ് പി സി, അതായത് 12 മൈനസ് 3 സമം എത്ര വരും? 9 സെന്റിമീറ്റർ. ഉത്തരം വീഡിയോ പോസ്റ്റ് ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻ ദ ഫിഗർ ബി എ ആൻഡ് സി ഡി ഇന്റർസെക്ട് അറ്റ് പി, എ ബി ഈക്വൽ ടു 8.5 സെന്റിമീറ്റേഴ്സ്, പി എ ഈക്വൽ ടു 5.5 സെന്റിമീറ്റേഴ്സ്, സി ഡി ഈക്വൽ ടു 4 സെന്റിമീറ്റേഴ്സ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി സി. ചിത്രത്തിൽ ബി എയും സി ഡിയും പി എന്ന ബിന്ദുവിൽ യോജിപ്പിച്ചിരിക്കുന്നു. എ ബി സമം 8.5 സെന്റിമീറ്റർ, പി എ സമം 5.5 സെന്റിമീറ്റർ, സി ഡി സമം 4 സെന്റിമീറ്ററും ആയാൽ പി സിയുടെ നീളം കാണുക. പി എ ഈക്വൽ ടു 5.5 സെന്റിമീറ്റേഴ്സ്, എ ബി ഈക്വൽ ടു 8.5 സെന്റിമീറ്റേഴ്സ്. പി എ 5.5ഉം എ ബി 8.5ഉം ആണെങ്കിൽ പി ബി ഈക്വൽ ടു 8.5 പ്ലസ് 5.5 ഈക്വൽ ടു 14 സെന്റിമീറ്റർ ആയിരിക്കും. സി ഡി ഈക്വൽ ടു 4 സെന്റിമീറ്റേഴ്സ്. പി സി ഈക്വൽ ടു നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. പി സിക്ക് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. പി സി ഈക്വൽ ടു എക്സ്, പി ഡി ഈക്വൽ ടു എക്സ് പ്ലസ് 4 സെന്റിമീറ്റർ. പി സി ഈക്വൽ ടു എക്സ്, പി ഡി ഈക്വൽ ടു എക്സ് പ്ലസ് 4. പിയിൽ നിന്ന് ഡിയിലേക്കുള്ള അകലം എക്സ് പ്ലസ് 4. പിയിൽ നിന്ന് ഡിയിലേക്കുള്ള അകലം എക്സ് പ്ലസ് 4. നമ്മുടെ സമവാക്യം പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. പി എ 5.5 സെന്റിമീറ്റർ ഇൻറ്റു പി ബി 14 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു പി സി എക്സ് ഇൻറ്റു പി ഡി എക്സ് പ്ലസ് 4. 5.5 ഇൻറ്റു 14 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 77 ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 4x. 77 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4x. ഇവിടെ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ അഥവാ വർഗത്തികവ് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അടുത്ത 4ാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ വരുന്ന ഒരു മേഖലയാണ് വർഗത്തികവ് അഥവാ സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയുന്നത്. ആ മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ്, ഒരുപാട് സ്റ്റെപ്സ് നമുക്ക് എഴുതേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് ചുരുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ 4x ആണ് കിടക്കുന്നത്. അതിൽ 4ന്റെ പകുതി എടുക്കുക. 4ന്റെ പകുതി 2. ആ 2ന്റെ സ്ക്വയർ 4. ആ 4 77നോട് കൂടി ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ടുള്ളൊരു സംഖ്യയാണ് വരുന്നത് നോക്കാം. അപ്പോൾ സ്ക്വയർ റൂട്ടുള്ള സംഖ്യയാണെങ്കിൽ നമുക്ക് വർഗത്തികവ് അഥവാ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഇവിടെ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ 4ന്റെ പകുതി 2, 2ന്റെ സ്ക്വയർ ആഡ് ചെയ്യുന്നു. അപ്പോൾ 77 പ്ലസ് 4 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 2 സ്ക്വയർ. ഇവിടെ 2 സ്ക്വയർ, അതിൻ്റെ ആൻസർ ഇവിടെ 4 ആഡ് ചെയ്തു. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 81 സമം എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മോഡലാണ്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഇനി ഇവിടെ സ്ക്വയർ പോകുമ്പോൾ ഇവിടെ ആര് വരും? റൂട്ട് വരും. ഇവിടുത്തെ സ്ക്വയർ ഒഴിവാക്കുമ്പോൾ ഇവിടെ റൂട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 2 ഈക്വൽ ടു റൂട്ട് 81. എക്സ് പ്ലസ് 2 ഈക്വൽ ടു റൂട്ട് 81. റൂട്ട് 81 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 9. ദെർഫോർ എക്സ് ഈക്വൽ ടു 9 മൈനസ് 2. ഈ പ്ലസ് 2 സമത്തിനപ്പുറത്തേക്ക് പോകുമ്പോൾ -2 ആയി മാറി. നമുക്ക് ഉത്തരം കിട്ടി 7. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 7 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. അപ്പോൾ പി സി ഈക്വൽ ടു എത്ര വന്നു? 7 സെന്റിമീറ്റർ. പി സി ഈക്വൽ ടു 7 സെന്റിമീറ്റർ. അപ്പോൾ പി ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്? 7 പ്ലസ്
4 11 സെൻറ്റിമീറ്റർ കിട്ടും. 7 + 4 11 സെൻറ്റിമീറ്റർ പി ഡി കിട്ടും. പി സി എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. കാരണം എക്സിൻ്റെ വാല്യൂ 7 ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് പി സി ആണ്. അപ്പോൾ നമുക്ക് പി സി കാണാം. therefore പി സി = 7 സെൻറ്റിമീറ്റർ. ഉത്തരം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ വരയ്ക്കാനുള്ള 2 ചോദ്യങ്ങൾ കൂടി പഠിക്കാം. ചോദ്യം ഇതാണ്: ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് √7 സെൻറ്റിമീറ്റേഴ്സ്. √7 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. എങ്ങനെയാണ് √7 സെൻറ്റിമീറ്റർ നീളമുള്ള വര വരയ്ക്കുന്നത്? അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് 7 സെൻറ്റിമീറ്ററിൽ എ ബി വരയ്ക്കുന്നു. എ ബി 7 സെൻറ്റിമീറ്റർ. ഇതിനോട് ചേർത്ത് 1 സെൻറ്റിമീറ്ററിൽ ബി സി വരയ്ക്കുന്നു. ബിയിൽ നിന്ന് സിയിലേക്ക് 1 സെൻറ്റിമീറ്റർ വരച്ചു. ചോദ്യത്തിൽ √7 ആണ്. ഇവിടെ 7 സെൻറ്റിമീറ്ററിൽ എ ബി വരച്ചു. ബിയിൽ നിന്ന് സിയിലേക്ക് അധികം 1 സെൻറ്റിമീറ്റർ വരച്ചു. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എ സി എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. എ സി 8 സെൻറ്റിമീറ്റർ ആണ്. 8ന്റെ പകുതി 4 സെൻറ്റിമീറ്റർ. ഈ 4 സെൻറ്റിമീറ്റർ ഈ ലൈനിൽ അടയാളപ്പെടുത്തുന്നു. ഓ 4 സെൻറ്റിമീറ്റർ എ സി എന്ന് പറയുന്ന ലൈനിൽ ഓ അടയാളപ്പെടുത്തുന്നു. ഈ ഓ കേന്ദ്രമായി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അർദ്ധവൃത്തം വരയ്ക്കുന്നു. ഓ കേന്ദ്രമായി നമ്മളൊരു അർദ്ധവൃത്തം വരയ്ക്കുന്നു. ഇനി നമ്മൾ ബിയിൽ നിന്ന് വൃത്തത്തിലേക്ക് ഒരു പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. ബിയിൽ നിന്ന് വൃത്തത്തിലേക്ക് ബി ഡി വരയ്ക്കുന്നു. ബി ഡിയുടെ ലെങ്ത് എന്ന് പറയുന്നത് √7 × 1 ആയിരിക്കും. ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് √7 × 1 ആയിരിക്കും. അതായത് √7 ആയിരിക്കും. ഇതാണ് √7 എന്ന് പറയുന്ന ലൈൻ. അല്ലെങ്കിൽ √7ന്റെ ലെങ്ത് എന്ന് പറയുന്നത് ബിയിൽ നിന്ന് ഡിയിലേക്കുള്ള അകലമാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചതായി കണ്ടിട്ടുണ്ട്. നമുക്ക് 2 പ്രോബ്ലംസും കൂടി നോക്കാം. ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് √10 സെൻറ്റിമീറ്റേഴ്സ്. √10 സെൻറ്റിമീറ്റർ ആയ ഒരു വര വരയ്ക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എ ബി 10 സെൻറ്റിമീറ്റർ എടുക്കുന്നു. ദെൻ ബിയിൽ നിന്ന് സിയിലേക്ക് 1 സെൻറ്റിമീറ്റർ ആഡ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ 11 സെൻറ്റിമീറ്റർ. അതിൻ്റെ പകുതി നമുക്കറിയാം. 11ന്റെ പകുതി 5.5 ആണ്. ആ 5.5 വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അർദ്ധവൃത്തം വരയ്ക്കുന്നു. ദെൻ 10 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതിൽ നിന്ന് വൃത്തത്തിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ എന്ന് പറയുന്നത് √10 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമുക്ക് വരച്ചു നോക്കാം. എ ബി 10 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. ബിയിൽ നിന്ന് സിയിലേക്ക് അധികം 1 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. ഇപ്പോൾ ടോട്ടൽ എ സി എന്ന് പറയുന്നത് 11 സെൻറ്റിമീറ്റർ. 11 സെൻറ്റിമീറ്ററിന്റെ പകുതി എന്ന് പറയുന്നത് 5.5 സെൻറ്റിമീറ്റർ. എ സിയിൽ 5.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു. അതിന് ഒ എന്ന പേര്, ഒറിജിൻ അല്ലെങ്കിൽ വൃത്തത്തിന്റെ കേന്ദ്രം എന്ന ലെവലിൽ നമ്മൾ ഒ എന്ന ലെറ്റർ കൊണ്ട് കേന്ദ്രത്തെ സൂചിപ്പിക്കുന്നു. ദെൻ ഒ കേന്ദ്രമായി നമ്മളൊരു അർദ്ധവൃത്തം വരയ്ക്കുന്നു. ഇനി ബിയിൽ നിന്ന് വൃത്തത്തിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു അല്ലെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതിന് ഡി എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ ബി ഡിയുടെ ലെങ്ത് എന്ന് പറയുന്നത് √10 × 1 ആണ്. അതായത് √10 സെൻറ്റിമീറ്റർ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. √13 സെൻറ്റിമീറ്റർ ആയ ഒരു വര വരയ്ക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? എ ബി 13 സെൻറ്റിമീറ്റർ. ബിയിൽ നിന്ന് സിയിലേക്ക് 1 സെൻറ്റിമീറ്റർ അധികം എടുക്കുന്നു. അപ്പോൾ ടോട്ടൽ 14. 14ന്റെ പകുതി 7. 7 വൃത്തകേന്ദ്രമായിക്കൊണ്ട് നമ്മൾ ഒരു അർദ്ധവൃത്തം വരയ്ക്കുന്നു. ദെൻ ബിയിൽ നിന്ന് വൃത്തത്തിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. അത് √13 സെൻറ്റിമീറ്റർ ആയിരിക്കും. നോക്കാം. എ ബി 13 സെൻറ്റിമീറ്റർ. ബിയിൽ നിന്ന് സിയിലേക്ക് 1 സെൻറ്റിമീറ്റർ. എ സി 14 സെൻറ്റിമീറ്റർ ആയി. അതിൻ്റെ പകുതി 7. അത് ഒ 7 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി അവിടെ ഒ എന്ന് പേര് കൊടുത്തു. ദെൻ ഒ കേന്ദ്രമായി അർദ്ധവൃത്തം വരച്ചു. ബിയിൽ നിന്ന് വൃത്തത്തിലേക്ക് ഒരു ലൈൻ വരച്ചു. ഈ ഡി അടയാളപ്പെടുത്തി. ബി ഡിയുടെ ലെങ്ത് എന്ന് പറയുന്നത് √13 × 1 സമം √13 ആയിരിക്കും. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഇതുപോലുള്ള പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ. ദെൻ നമുക്ക് ഇത് വെച്ചുകൊണ്ട് അടുത്ത വരയ്ക്കാനുള്ള ഒരു ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: കൺസ്ട്രക്ട് എ സ്ക്വയർ ഓഫ് ഏരിയ 7 സെൻറ്റിമീറ്റർ സ്ക്വയർ. പരപ്പളവ് 7 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയ
സമചതുരം വരയ്ക്കുക. സമചതുരത്തിന്റെ അല്ലെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് 7 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ, അല്ലെങ്കിൽ 11 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ, അല്ലെങ്കിൽ 15 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിന്റെ ഒരു വശം എന്ന് പറയുന്നത് √11 അല്ലെങ്കിൽ √7 അല്ലെങ്കിൽ √15 ആയിരിക്കും. AB 7 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ അകലത്തിൽ AB വരയ്ക്കുന്നു. ബിയിൽ നിന്ന് 1 സെന്റിമീറ്റർ അകലത്തിൽ C വരയ്ക്കുന്നു. ഇപ്പോൾ AC എന്ന് പറയുന്നത് 7 + 1 = 8 സെന്റിമീറ്റർ ആണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ 8ന്റെ പകുതി 4 അത് AC-യിൽ അടയാളപ്പെടുത്തുന്നു. അതിന് O എന്ന പേര് കൊടുത്തു. ഇപ്പോൾ AC 8 സെന്റിമീറ്റർ, AO 4 സെന്റിമീറ്റർ ആണ്. O കേന്ദ്രമായി അർദ്ധവൃത്തം വരയ്ക്കുന്നു, നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഇനി ബിയിൽ നിന്ന് വൃത്തത്തിലേക്ക് ഒരു പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഒരു ലൈൻ വരയ്ക്കുന്നു, അത് D. ഇപ്പൊ BD എന്ന് പറയുന്നത് √7 സെന്റിമീറ്റർ ആണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. √7 സെന്റിമീറ്റർ. ഇനി ഈ ലെങ്ത് കോമ്പസിൽ എടുത്ത് B കേന്ദ്രമായി നമ്മളൊരു ചാപം വരയ്ക്കുന്നു, ഒരു ആർക്ക് വരയ്ക്കുന്നു. സീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അതിനൊരു പേര് കൊടുക്കുന്നു. D ആണെങ്കിൽ ഇവിടെ E എന്ന് കൊടുക്കുന്നു. ദെൻ ഈ ലെങ്ത്, BDയുടെ ലെങ്ത് തന്നെയാണ് BEക്കും ഉള്ളത് എങ്കിൽ ഇയിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒരു ചാപം വരയ്ക്കുന്നു, ഡിയിൽ വെച്ചുകൊണ്ട് ആ ചാപത്തിനെ ക്രോസ് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ലൈൻസ് കൂട്ടി വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്വയർ ലഭിക്കുന്നു. ഈ സ്ക്വയറിന്റെ അല്ലെങ്കിൽ ഈ സമചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. കാരണം ഇതിന്റെ ഒരു വശം എന്താണ്, √7 ആണ്. സമചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് A² ആണ്. അതായത് സൈഡ് ഇൻറ്റു സൈഡ് സ്ക്വയർ ആണ്. സൈഡ് √7 ആണെങ്കിൽ √7 × √7, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 7 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. ഓക്കെ, പ്രോബ്ലം മനസ്സിലായി കാണുമല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. വീണ്ടും കാണാം. Goodbye.